യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും വചനം കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിന്, താല്പര്യത്തിന്, സ്നേഹത്തിന് എല്ലാം നന്ദി പറയുകയാണ്. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരെ, വർഷങ്ങളായി ഈ ശുശ്രൂഷയോടൊപ്പം നിൽക്കുന്നവരെ, ഈ അടുത്ത കാലത്തൊക്കെ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അറിഞ്ഞ് ഈ വചനം കേൾക്കുന്നവരെ, ചിലപ്പോൾ ഈ ദിവസങ്ങളിലായിരിക്കും അറിഞ്ഞത്, എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ ശുശ്രൂഷ തുടങ്ങിയ നാൾ മുതൽ ആരൊക്കെയാണോ ഈ വചനത്തോടും ശുശ്രൂഷയോടും പ്രാർത്ഥനയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവരെ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കണമേ. ആത്മീയമായും ശാരീരികമായും മാനസികമായും ഭൗതികമായും അനുഗ്രഹിക്കണമേ. ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നത്, നമ്മളാരും തമ്മിൽ രക്തബന്ധങ്ങളിലുള്ളവരൊന്നും അല്ലെങ്കിലും, ബന്ധുമിത്രാദികളൊന്നും അല്ലെങ്കിലും, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതിനേക്കാൾ അപ്പുറമായി ഒരു ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മ, രക്തബന്ധത്തെക്കാൾ ബന്ധമുള്ളൊരു ബന്ധം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും നമ്മൾ തമ്മിലുണ്ട്. ആ ഒരു സ്നേഹവും കരുതലും പ്രാർത്ഥനയും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെയുള്ള മനുഷ്യരിൽ നിന്ന്, പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കാറുമുണ്ട്. അതെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരാളെപ്പോലും മാറ്റി നിർത്താതെ, അകറ്റി നിർത്താതെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരു 2 സെക്കൻഡെങ്കിലും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം, ഇന്നലെ കേട്ട വചനത്തിൻ്റെ തൊട്ടടുത്തൊരു ഭാഗമുണ്ട്. 30-ാം അധ്യായം, സുഭാഷിതങ്ങൾ 30-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുവാണ്. 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, മരണം വരെ എനിക്കവ നിഷേധിക്കരുതേ. ഒരു പ്രാർത്ഥനയാണ്. 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എത്ര നാൾ? മരണം വരെ അവ അങ്ങ് എനിക്കതൊന്നും നിഷേധിക്കരുതേ. 8-ാമത്തെ വാക്യം, അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. അസത്യവും വ്യാജവും എൻ്റെ അടുത്ത് വരാൻ സമ്മതിക്കരുത്, അകറ്റി നിർത്തണമേ. അടുത്ത ഭാഗമാണ്, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ദാരിദ്ര്യവും തരരുത്, സമൃദ്ധിയും എനിക്ക് തരരുത്. ദാരിദ്ര്യവും, ഒരാൾ പ്രാർത്ഥിക്കുവാണ്, ഒരാളുടെ പ്രാർത്ഥനയാണ്, ദാരിദ്ര്യവും സമൃദ്ധിയും എനിക്ക് വേണ്ട. പിന്നെയോ, അപ്പോൾ നമ്മൾ ചോദിക്കും, എന്താണ് അങ്ങനെ പ്രാർത്ഥിച്ചത്? ദാരിദ്ര്യവും വേണ്ട, സമൃദ്ധിയും എനിക്ക് തരരുത്. അപ്പോൾ പ്രാർത്ഥന പറഞ്ഞ കാര്യം ഇങ്ങനെയാ, എനിക്ക് ഒത്തിരി സമൃദ്ധി ഉണ്ടായാൽ, അതിൻ്റെ തൊട്ട് മുകളിലത്തെ വാക്യം വായിച്ചേ, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ, ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ആവശ്യത്തിന്, എനിക്ക് ആവശ്യമായത് തന്നെന്നെ അനുഗ്രഹിക്കണമേ. ഇനി ഒത്തിരി സമൃദ്ധി ഉണ്ടായാലോ, എനിക്കൊരുപാട് സമൃദ്ധി ഉണ്ടായാൽ ഞാൻ സമൃദ്ധിയിൽ അങ്ങേ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ഞാൻ അങ്ങയെ മറന്നുപോയേക്കാം. ഒത്തിരി സമൃദ്ധി എനിക്ക് വേണ്ട, ഒത്തിരി ദാരിദ്ര്യം എനിക്ക് തരരുത്. 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അവ എനിക്ക് മരണം വരെ നിഷേധിക്കല്ല്. അതിലൊരു കാര്യമാണ്, എനിക്ക് സമൃദ്ധി ഒരുപാട് തരണ്ട. ആവശ്യത്തിന് ആഹാരം നൽകി, ആവശ്യത്തിന് സമ്പത്ത് നൽകി, ആവശ്യത്തിന് മതി. അപ്പോൾ അതിൻ്റെ കാരണം, സമൃദ്ധിയിൽ ഞാൻ അങ്ങയെ മറന്നുപോയേക്കാം, ദാരിദ്ര്യത്തിലോ
ഒത്തിരി ദാരിദ്ര്യം എനിക്ക് തന്നാൽ ഞാനങ്ങേ വെറുത്തു പോയേക്കാം. ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഈ ദാരിദ്ര്യമാണല്ലോ, എനിക്ക് കഷ്ടപ്പാടാണല്ലോ, ഞാനങ്ങേ വെറുക്കാൻ സാധ്യതയുണ്ട്. സമൃദ്ധിയിൽ ഞാനങ്ങേ മറക്കാൻ സാധ്യതയുണ്ട്. ഞാനത് വായിക്കാം, ഒന്ന് കേൾക്കാം. ഞാൻ സമൃദ്ധിയിൽ അങ്ങേ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം ഉണ്ടായാലോ, ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. എനിക്കൊത്തിരി സമൃദ്ധിയും ഒരുപാട് ദാരിദ്ര്യവും തരരുത്. ഇതെല്ലാവരും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുമോ? ആവശ്യത്തിന് മതി, ആവശ്യത്തിന് നൽകി, ആവശ്യത്തിനെല്ലാം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. മരണം വരെ എനിക്കത് നിഷേധിക്കരുത്. എനിക്കൊരുപാട് സമൃദ്ധിയും സമ്പത്തൊന്നും വേണ്ട, ആവശ്യത്തിന് മതി. ഒരുപാട് സമ്പത്തുണ്ടായാൽ ഞാൻ ദൈവത്തെ ചിലപ്പോൾ മറന്നു പോയേക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എത്രയൊക്കെ സമ്പത്ത് നിങ്ങൾക്കുണ്ടായിക്കൊള്ളട്ടെ, എത്രയൊക്കെ സമൃദ്ധി നിങ്ങൾക്കുണ്ടാകട്ടെ, ദൈവം തരുന്ന അത്രയും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകണം. പക്ഷെ എല്ലാ സമൃദ്ധിയിലും, എത്ര സമൃദ്ധി ഉണ്ടായാലും, എത്ര വലിയ വീട് വച്ചാലും, എത്ര വലിയ വാഹനം മേടിച്ചാലും, എത്ര സൗഭാഗ്യത്തോടെ ജീവിച്ചാലും പറയാൻ മടിക്കരുത്, ഇതെനിക്ക് ദൈവം തന്നതാണ്, ഇതെൻ്റെ ദൈവാനുഗ്രഹമാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു കടാക്ഷമാണ്, എൻ്റെ കഴിവോ മിടുക്കോ മാത്രമല്ല. പറയാൻ പറ്റുമോ? അപ്പോൾ ആ സമൃദ്ധിയോ ആ സമ്പത്തോ ഒന്നും ദൈവത്തെ വേദനിപ്പിക്കത്തില്ല. ചില ആളുകൾ സമ്പത്ത് വരുമ്പോൾ, സൗഭാഗ്യം വരുമ്പോൾ, നല്ല കാലം വരുമ്പോൾ, നല്ല സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രാർത്ഥന മറക്കും, ദൈവത്തെ മറക്കും. പിന്നെ അതൊക്കെ എന്തിന്, ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കും. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരും, നിങ്ങളുടെ മക്കൾ എല്ലാവരും രക്ഷപ്പെടണം, അനുഗ്രഹിക്കപ്പെടണം, നല്ല നിലയിലെത്തണം, ദൈവാനുഗ്രഹമുള്ള സമ്പത്തുണ്ടാകണം, സമൃദ്ധി ഉണ്ടാകണം. പക്ഷേ കർത്താവേ, ഒരിക്കലും ഞങ്ങൾ എത്ര കാശുണ്ടായാലും, എത്ര സമൃദ്ധിയായ കാര്യങ്ങളുണ്ടായാലും അഹങ്കരിക്കത്തില്ല. ഞങ്ങൾ ദൈവനാമത്തിനെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആര് ചോദിച്ചാലും, ആരോട് പറയേണ്ടി വന്നാലും ഞങ്ങൾ നാണം കൊണ്ട് പറയാതൊന്നും ഇരിക്കത്തില്ല. ചിലർക്ക് നാണമാണ് പ്രാർത്ഥന, ദൈവം എന്നൊക്കെ പറയാൻ മടിയും വിഷമവും ചമ്മലൊക്കെ ഉണ്ട്. എന്തെല്ലാം നിങ്ങളും തീരുമാനിച്ച് ഇന്ന് ഏത് സാഹചര്യം, ദൈവമേ എനിക്ക് സമൃദ്ധി ഉണ്ടായാലും, എന്തേറെ സാമ്പത്തിക സമൃദ്ധിയും ഐശ്വര്യവും ജോലിയും വീടും ചുറ്റുപാടും എല്ലാം ദൈവം 4 വശത്തു നിന്നും ഇഷ്ടം പോലെ തന്നാലും ഞാൻ ഒരിക്കലും അങ്ങേ മറക്കില്ല. ഞാൻ ആരോടും പറയും, ഇതെനിക്ക് ദൈവം തന്നതാണ്, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്നുവരെയാണോ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, നന്ദി പറയുന്നത്, അന്നുവരെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്നാണോ നമ്മൾ പറയാൻ തുടങ്ങുന്നത്, ചിന്തിക്കാൻ തുടങ്ങുന്നത്, ഞാൻ വലിയ പുള്ളിയാണ്, ഇതൊക്കെ ഞാൻ അങ്ങ് നേടിയെടുത്തതാണ്, ഇതെൻ്റെ കഴിവാണ്, എൻ്റെ ശക്തിയാണ്, എൻ്റെ സ്വാധീനമാണ്, എൻ്റെ മിടുക്കാണ്, എനിക്ക് തന്നെ എന്നാണോ ഞാൻ മഹത്വം കൊടുക്കുന്നത്, അന്നു മുതലാണ് പലരും തോറ്റു തുടങ്ങിയത്. അന്നു മുതലാണ് പലരും പരാജയപ്പെട്ടു തുടങ്ങിയത്. അത് പരാജയമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും കാലം കുറേ കഴിഞ്ഞു പോയിരുന്നു. ഈ പ്രാർത്ഥന നമ്മളിങ്ങനെ ഓർക്കുവാണ്, കർത്താവേ എനിക്ക് ഒരുപാടൊന്നും വേണ്ടെന്ന് പ്രാർത്ഥിക്കുക, സമൃദ്ധിയൊന്നും വേണ്ട, ആവശ്യത്തിന് മതി. ഇനി അഥവാ സമൃദ്ധിയായത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, പറഞ്ഞ് പ്രാർത്ഥിക്ക്, തീരുമാനത്തോടെ പ്രാർത്ഥിക്ക്. എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായാലും ഞാൻ ദൈവത്തെ മറക്കത്തില്ല. കർത്താവേ എനിക്ക് ഒത്തിരി ദാരിദ്ര്യമൊന്നും തരല്ല്, എനിക്ക് ദാരിദ്ര്യമൊന്നും തരല്ല്. എനിക്ക് ദാരിദ്ര്യമൊക്കെ വന്ന് ഒരാൾ സഹായിക്കാനുമില്ല, എല്ലാവരാലും അവഗണിക്കപ്പെട്ട്, എല്ലാവരാലും ഒറ്റപ്പെട്ട് അങ്ങനെ ഒരു ദാരിദ്ര്യ അവസ്ഥ വന്നാൽ ഒരുപക്ഷെ ഞാനങ്ങ് വെറുത്തേക്കാം. എനിക്കൊത്തിരി ദാരിദ്ര്യം തരല്ലേ. നമ്മളെല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥിക്കുമ്പോഴേ സമ്പത്തും അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം മാറാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി ദാരിദ്ര്യമുള്ളവരുണ്ട്. പിള്ളേരെ പഠിപ്പിക്കേണ്ടത് എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ ഫീസ് അടയ്ക്കും, അടുത്ത ആഴ്ചത്തേക്ക്
ഭക്ഷണം ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കടമടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, ആ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ലല്ലോ, ആ പൈസ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മൾ എന്തു ചെയ്യും? കരഞ്ഞു ജീവിക്കുന്നവരുണ്ട്, കരഞ്ഞു ചിരിക്കുന്നവരുണ്ട്. പുറമേ നോക്കുമ്പം ചിരിക്കുന്നു, അകമേ കരയുന്നു. പലതരത്തിലുള്ള വേദനകളെ കൊണ്ടു നടക്കുന്നവരുണ്ട്. എവിടെ ഇരുന്നുമാകട്ടെ ഈ വചനം കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം വചനത്തിലൂടെ സ്വീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് ശുശ്രൂഷയുള്ള ദിവസമാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് പ്രാർത്ഥനയുണ്ട്. വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുമുണ്ട്. നിങ്ങൾക്കും പങ്കെടുക്കാം പ്രാർത്ഥനയോടെ. ഇപ്പോൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാണ്. നാളെ 40-ാം വെള്ളിയാഴ്ചയാണ്. നാളെ 40-ാം വെള്ളിയാഴ്ച. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് കേട്ട വചനത്തിലൂടെ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വചനം കേൾക്കാൻ കാണിക്കുന്ന മനസ്സിനെ, കുഞ്ഞുങ്ങൾ പോലും വചനം കേൾക്കുന്നു, യുവതീവാക്കൾ കേൾക്കുന്നു, മാതാപിതാക്കൾ കേൾക്കുന്നു, മറ്റു മതത്തിലുള്ളവർ കേൾക്കുന്നു, പ്രിയപ്പെട്ടവർ കേൾക്കുന്നു. സഭാവ്യത്യാസമില്ലാതെ ദൈവവചനം കേൾക്കുന്നവരുണ്ട്. സഭാവ്യത്യാസമില്ലാതെ ഏതു സഭയിൽപ്പെട്ട ഒരാളാകട്ടെ, എവിടെയുമാകട്ടെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ, ദൈവസ്നേഹത്തിൻ്റെ ഇടപെടൽ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഓരോ കുടുംബങ്ങളെയും, ഓരോ ആവശ്യങ്ങളെയും, ഓരോ നിയോഗങ്ങളെയും ഈ വചനത്തിലൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദത്തിൽ നിന്നും, കൂടോത്ര ക്ഷുദ്രപ്രയോഗത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒരു ദോഷവും വരാതെ സംരക്ഷിക്കണമേ. ഒരു തിന്മയും വരാതെ സംരക്ഷിക്കണമേ. ഒരനർത്ഥവും വരാതെ കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും തരണമേ. ദൈവം അറിഞ്ഞു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും ഞങ്ങളിൽ ഉണ്ടാകണമേ. ഒരിക്കലും അഹങ്കരിക്കാനിടയാകാതിരിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയാനിട വരട്ടെ. എനിക്ക് ദൈവം തന്നതാണ്, ഇത് ദൈവാനുഗ്രഹമാണ്, ഇത് ദൈവത്തിൻ്റെ സ്ഥലമാണ്, ദൈവം തന്ന അനുഗ്രഹമാണെന്ന് പറയാൻ ഇടവരട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ, പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസമായിരിക്കട്ടെ. ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം സ്വീകരിക്കുന്നവർ, അയച്ചു കൊടുത്തവർ, സ്റ്റാറ്റസ് ഇട്ടവർ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയവർ, എഴുതി വച്ചവർ എല്ലാവരെയും സമർത്ഥമായി സ്വർഗത്തിലെ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വ്യാഴാഴ്ച ദിവസം കേട്ട ഈ വചനം നിങ്ങൾക്ക് ശക്തിയായി, അനുഗ്രഹമായി, വിടുതലായി മാറട്ടെ. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണാൻ നമുക്കൊരുമിച്ചൊരു ഭാഗ്യമുണ്ടാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരനുഗ്രഹമാണ്. നാളെ 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. ആമേൻ.